വോട്ട് ചെയ്യാൻ പോസ്റ്റൽ ബാലറ്റുകൾ ലഭിച്ചില്ല എന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഹർജി ഇന്നിപ്പോൾ ഹൈക്കോടതിയിലെത്തുകയാണ്. സ്ട്രോങ് റൂമുകൾ സീൽ ചെയ്തുവെന്നും ഇനി പോസ്റ്റൽ ബാലറ്റുകൾ അനുവദിക്കാനാകില്ല എന്നുമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. വിവരങ്ങളുമായി കിരൺ ചേരുകയാണ്. കിരൺ, ഈ സൂചിപ്പിച്ചതുപോലെ ഏത് സാഹചര്യത്തിലും ഈ ഉദ്യോഗസ്ഥർ വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കണമെന്ന് ഹൈക്കോടതി അന്ന് പോളിംഗ് ഡേ രാവിലെ തുടക്കത്തിൽ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഇനിയിപ്പോൾ അത് ചെയ്യാൻ സാധിക്കില്ല, എല്ലാം സീൽ ചെയ്തു എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുമ്പോൾ ശരിക്കും അവരുടെ ഒരു മൗലിക അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ഓരോ ഉദ്യോഗസ്ഥരുടെയും. ഇതിപ്പോൾ ഏത് രീതിയിൽ കോടതി കൈകാര്യം ചെയ്യും, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഒരു നിലപാട് കോടതി എടുക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്? സ്വപ്ന, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായിട്ട്, ഈ ബാലറ്റ് വോട്ട് ചെയ്യാനായിട്ട് അവസരം ലഭിച്ചില്ല എന്ന കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 3 സർക്കാർ ഉദ്യോഗസ്ഥർ നൽകിയിട്ടുള്ള ഹർജിയാണ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നത്. കുറ്റിയാടി മേഖലയിൽ ജോലി ചെയ്തിരുന്ന, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അന്ന് പ്രവർത്തിച്ചിരുന്ന ഉദ്യോഗസ്ഥരാണ് ഇവരാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത്. ഈ ഹർജി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പരിഗണിക്കുകയുണ്ടായിരുന്നു. ഇവർ പ്രധാനമായിട്ടും ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചിരുന്ന കാര്യം, ഇവർക്ക് വോട്ട് ചെയ്യുന്നതിന്, ബാലറ്റ് വോട്ട്, പോസ്റ്റൽ വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള മറ്റ് ഫോമുകൾ അടക്കമുള്ള കാര്യങ്ങൾ കിട്ടിയില്ല എന്നുള്ളൊരു ആരോപണമാണ് ഉന്നയിച്ചിരുന്നത്. എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇതിൽ ഹൈക്കോടതി വിശദീകരണം ചോദിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നൽകുകയും ചെയ്തിരുന്നതാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള വിശദീകരണം എന്നുള്ളത്, 2 ഉദ്യോഗസ്ഥർ ഇവർ കൃത്യമായിട്ട് ഫോം പൂരിപ്പിച്ച് നൽകിയില്ല, മറ്റൊരു ഉദ്യോഗസ്ഥനാണെങ്കിൽ ഫോം നൽകുന്നതിൽ വീഴ്ച വന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ളൊരു മറുപടിയായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നത്. മാത്രവുമല്ല, ഇനി ഇവർക്ക് വോട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ സ്ട്രോങ് റൂമുകളൊക്കെ സീൽ ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഇനി പോസ്റ്റൽ വോട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്ന് ഹർജി വീണ്ടും പരിഗണിക്കുകയാണ്. പ്രധാനമായിട്ടും ഹർജിക്കാർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, തങ്ങൾക്ക് മാത്രമല്ല മറ്റു ചിലർക്കും വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ പോസ്റ്റൽ വോട്ടിൻ്റെ ഫോമുകൾ ലഭിച്ചിട്ടില്ല. തങ്ങളുടേതല്ലാത്ത കാരണത്താൽ തങ്ങൾക്ക് വോട്ട് നിഷേധിക്കപ്പെടുന്നു എന്നുള്ളൊരു ആരോപണം തന്നെയാണ് പ്രധാനമായിട്ട് ഉന്നയിച്ചിരുന്നത്. നേരത്തെ തന്നെ ഈ ഒരു ആരോപണവുമായിട്ട് പല സർക്കാർ ഉദ്യോഗസ്ഥരും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നതാണ്. ആ സമയത്ത് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അറിയിച്ചിരുന്നത്, അന്ന് തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതിന് മുൻപായി തന്നെ ഇവർക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകും എന്നുള്ളൊരു കാര്യമാണ്. ഏതായാലും അത് ഒരുക്കി നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു അവകാശവാദത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത്. ഇന്ന് ഏതായാലും ഹർജി വീണ്ടും പരിഗണിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി ഹൈക്കോടതി എന്ത് നിലപാടെടുക്കും എന്നുള്ളത് തന്നെയാണ് കണ്ടറിയേണ്ടത്. സ്വപ്ന, തന്നെയാണ് ഇവരും വിട്ടുനോക്കുന്നത്. ഹൈക്കോടതി കാര്യത്തിൽ എന്ത് നിലപാട് എടുക്കും തന്നെയാണ് നമുക്ക് അറിയേണ്ടത്.